വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ലിവർപൂൾ 4 ചെൽസി 1. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു ലിവർപൂൾ ചെൽസി മത്സരത്തിൽ ഒരു വിജയിനെ കാണാൻ പറ്റി എന്നുള്ളതാണ്. പ്രീമിയർ ലീഗിൽ ഏതാണ്ട് 8 മത്സരങ്ങൾ ഇവർ പ്രീമിയർ ലീഗിൽ ലാസ്റ്റ് കളിച്ചതിൽ 7 സമനിലയായിരുന്നു. അതുപോലെ തന്നെ 2020 അവസാനമായിട്ട് ലിവർപൂൾ ജയിച്ചതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഡ്രോ നീണ്ട ഡ്രോകൾക്ക് ശേഷം ഫൈനലി ലിവർപൂളിന് ഒരു മികച്ച വിജയം ആൻഫീൽഡിൽ സ്വന്തമാക്കാൻ സാധിച്ചു. അവരിപ്പോഴും 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. അത് ഷുവർലി അവർക്ക് നല്ലൊരു ചാൻസ് ഉള്ളൊരു സീസണാണെന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ ചെൽസിയുടെ പ്രകടനം വളരെ ദയനീയമായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ചെൽസി ഫാൻസിൻ്റെയൊക്കെ റിയാക്ഷൻസ് ഒക്കെ ഇന്ന് രാവിലെ തൊട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ആങ്കറി റാൻഡ്മാൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പലരും പോച്ചറ്റിനോ ഔട്ട് എന്നുള്ള രീതിയിൽ ശക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ പറയുന്നതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെൽസിയുടെ അവേ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ മോശമാണ്. ഏത് ടീമിനെതിരെയാണെങ്കിലും ഇപ്പോൾ 8 മത്സരങ്ങൾ അവർ ലാസ്റ്റ് കളിച്ചതിൽ 7 അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ അവേ മത്സരങ്ങളിൽ. അതുപോലെ തന്നെ വിജയിച്ചൊരു മത്സരം എന്ന് പറയുന്നത് ലൂട്ടനെതിരെയായിരുന്നു. അതിനകത്താണെങ്കിലും തട്ടിമുട്ടിയൊക്കെയാണ് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെൽസിയുടെ അവേ ഫോം എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും മോശം അവേ ഫോമുള്ള ടീം ചെൽസിയാണെന്ന് പറയാം. റിലിഗേഷൻ ടീം ഉൾപ്പെടെ കമ്പയർ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തൊട്ട് ഈ സീസൺ വരെ ഏതാണ്ട് 22 മത്സരങ്ങൾ ചെൽസി തോറ്റിട്ടുണ്ട്. അപ്പോൾ അത്രയും അവേ മത്സരങ്ങൾ തോറ്റ വേറെ ടീമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ചെൽസിക്കുള്ളത്. അതേസമയം തന്നെ ഹോമിലേക്ക് വരുമ്പോൾ അവരുടെ ഫോം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ മിഡിൽസ്ബ്രോവിനെയൊക്കെ വലിയ മാർജിനിൽ തോൽപ്പിക്കാൻ സാധിച്ചു. അതേസമയം അവർ എവേ മത്സരത്തിൽ പോയപ്പോൾ അവർ തോറ്റിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ചെൽസിയുടെ എവേ ഫോം ഇത്ര മോശമാവുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. ഇപ്പോൾ ഞാനൊരു യുണൈറ്റഡ് ഫാനാണ്. ഇപ്പോൾ യുണൈറ്റഡിൻ്റെ കാര്യം പറയുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഹോമിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കും. പക്ഷേ എവേ മത്സരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വൻ ദുരന്തം. അത് ടീമിൻ്റെ മൊത്തത്തിലുള്ള മെൻറ്റാലിറ്റിയുടെ പ്രശ്നമാണ്. എസ്പെഷ്യലി പ്ലെയേഴ്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മാനേജറിൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഇന്നലെ നടന്ന മത്സരത്തിൽ ക്ലിയർലി ലിവർപൂൾ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത്. അവർക്ക് ഒരു 7-8 ഗോളുകളൊക്കെ അടിക്കാമായിരുന്നു. പക്ഷേ ഡാർവിൻ നുനസ് 1-2 ചാൻസുകളൊക്കെ മിസ്സാക്കി. അതേസമയം തന്നെ ബാക്കിയുള്ള താരങ്ങളെല്ലാവരും ക്ലിനിക്കലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ജോട്ടയും അതുപോലെ തന്നെ കോണർ ബ്രാഡ്ലി, ലിവർപൂളിൻ്റെ പുതിയ യങ് സെൻസേഷൻ. ഇപ്പോൾ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ശരിക്കും പറഞ്ഞാൽ ക്ലോപ്പിനൊരു തലവേദനയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ട്രെൻഡ് ക്ലോപ്പിൻ്റെ ഒരു ഫേവറേറ്റാണ്. അതേസമയം തന്നെ കോർണറിന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം 2 അസിസ്റ്റും 1 ഗോളും അദ്ദേഹം നേടി. അല്ലെങ്കിൽ അത്രയും നല്ല ഫോമിൽ കളിക്കുന്ന ഒരു പ്ലെയറിനെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് ഏത് മാനേജറിനെ സംബന്ധിച്ചും തലവേദന ഉണ്ടാക്കുന്നൊരു സിറ്റുവേഷനാണ്. ഇപ്പം എന്തായാലും ആ ഒരു സൈഡിൽ ലിവർപൂളിന് നല്ലൊരു ഡെപ്ത് ഉണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ചെൽസിക്ക് ഇന്നലെ മത്സരത്തിൽ 2 ഡിസിഷൻസ്, പെനാൽറ്റി ഡിസിഷൻസ് അവർക്ക് അനുകൂലമായിട്ട് കിട്ടിയില്ല. ആദ്യത്തെ കോർണറിൻ്റെ വാൻഡൈക്ക് കൈവച്ച കേസ് അതൊക്കെ വാറിൽ കൊടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊരു സ്റ്റോൺ വാൾ പെനാൽറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ രണ്ടാമതുണ്ടായത് 3-1 ശേഷം ഉണ്ടായ വാൻഡൈക്ക് കാല് വെച്ച സംഭവം, അത് പെനാൽറ്റി കൊടുക്കേണ്ട കേസ് തന്നെയാണ്. അത് എന്താണ് വാൻഡൈക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോൾ കിക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ എൻഗോഗുവിൻ്റെ കാലുമ്മ കിക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പെനാൽറ്റി കൊടുക്കേണ്ട ഒരു കേസാണ്. പക്ഷെ അത്ര വലിയൊരു ഇൻസിഡൻ്റ് ആണ്. പഴയ കാലത്ത് ഫുട്ബോളിലൊക്കെ നമ്മളതൊക്കെ സ്ഥിരം കാണാറുള്ള കാര്യമാണ്. പക്ഷേ മോഡേൺ ഫുട്ബോളിൽ അത് പെനാൽറ്റി കൊടുക്കേണ്ട ഒരു കേസാണ്. അപ്പോൾ അത് കാരണം കളിയുടെ ഡൈനാമിക്സ് മാറുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി പറയാൻ പറ്റില്ല. ഫുട്ബോളാണ്. 1-2 ഗോളുകളൊക്കെ ആയി കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 1-2 ഗോൾ തിരിച്ചടിച്ച് കഴിയുമ്പോഴേക്കും ടീമിൻ്റെ മെൻറ്റാലിറ്റി മൊത്തത്തിൽ മാറാം. ചിലപ്പോൾ ഒരു ഡ്രോയ്ക്ക് വേണ്ടി ചെന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് മേ ബി ഒരു പക്ഷേ ഡൈനാമിക്സ് മാറിയിരുന്നു. പക്ഷേ ഓവറോൾ നമ്മൾ മത്സരത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ലിവർപൂൾ തന്നെയായിരുന്നു. ചെൽസി നോട്ട് ഈവൻ ക്ലോസ് എന്ന് തന്നെ പറയാം. 48ാമത്തെ മിനിറ്റിലാണ് ചെൽസിയുടെ ആദ്യത്തെ ഷോട്ട് വന്നത്. അതും എൻസോ ഫെർണാണ്ടസിൻ്റെ ഒരു വീക്ക് ഷോട്ട്. അതൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഓവറോൾ ലിവർപൂൾ തന്നെ കംപ്ലീറ്റ്ലി അവരുടെ കയ്യിലിരുന്ന മത്സരമാണ്. ചെൽസിക്കുള്ള ആകെ ഒരു പോസിറ്റീവ് എൻഗോങ്കു അടിച്ച ഗോളാണ്. അത് നല്ലൊരു ഗോളായിരുന്നു. അതേസമയം തന്നെ ഇവർ വീണ്ടും കർബാവോ കപ്പിൽ ഏറ്റുമുട്ടാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കളിയാണ് ചെൽസി ആ മത്സരത്തിലേക്ക് വരുമ്പോൾ കളിക്കണമെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. സിമ്പിളായിട്ടാണ് ലിവർപൂൾ ജയിക്കും. ഇപ്പോൾ ചെൽസി പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയും അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ വളരെ മോശമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് അതിനുള്ളൊരു ഫുട്ബോൾ നോളജ് ഇല്ല. ഇപ്പോൾ പുതിയ മാനേജർ വന്നു കഴിഞ്ഞാൽ ഇത് മാജിക്കലി ഇത് ഫിക്സ് ആകുമോ അറിയില്ല. ഇത് ലീഡർഷിപ്പിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയുള്ള പ്രശ്നമാണ്. നമ്മൾ മുമ്പും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലീഡർഷിപ്പ് നന്നായാലാണ് ബാക്കി ക്ലബ്ബിലെ കാര്യങ്ങൾ നന്നാവുള്ളൂ. എത്ര പൈസ സ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു വിഷം വേണം. യുണൈറ്റഡിൻ്റെ കാര്യത്തിലേക്ക് മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഇതാണ്. ഇപ്പോൾ റോമൻ അബ്രാമോവിച്ച് മാറി. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ
വന്നിരിക്കുന്ന ഓണേഴ്സിൻ്റെ ലീഡർഷിപ്പിൽ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. സോ ലെറ്റ് സീ ഹൗ ദേ ഫിക്സ് ഇറ്റ്. അതേസമയം തന്നെ ലിവർപൂളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലിവർപൂളിന് ഈ പറഞ്ഞ പോലെ ഒരു ക്വാഡ്രാപ്പിൾ ഓൺ ദി ലൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യൂറോപ്പ ലീഗിൽ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോഴും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ പറഞ്ഞ പോലെ കാർബാവോ കപ്പിൽ ചെൽസിയുടെ ഫോം വെച്ച് നോക്കുമ്പോൾ ലിവർപൂൾ ഒരു ഷുഗർ ഷോട്ട് ട്രോഫിയാണ് അതെന്ന് പറയുന്നത്. ക്ലോപ്പിൻ്റെ വിടവാങ്ങൽ സീസൺ അവിസ്മരണീയമാക്കാനായിട്ട് ലിവർപൂൾ പ്ലേയേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.